ഈ പ്രേമം മുന്നോട്ട് പോകുമ്പോൾ ആൺകുട്ടിക്കൊന്നും സംഭവിക്കൂല. അപ്പോൾ ആൺകുട്ടി മുന്നോട്ട് പോകുമ്പോൾ കല്യാണം കഴിക്കണം എന്ന് അവൾ നിർബന്ധിക്കണ, ഞാൻ കല്യാണം കഴിക്കാം, റെഡിയോ. ഒരു കല്യാണം കഴിച്ചാൽ ഒന്നും സംഭവിക്കാല്ല. കാരണം എന്താ, അവിടെ ഒരു വിവാഹത്തിൻ്റെ ആർഭാടങ്ങളോ ചിലവോ ഒന്നുമില്ല. അതൊരു സ്വകാര്യ നിക്കാഹായിരിക്കും. ഒരു മഹറും കൂടി മര്യാദക്ക് കൊടുക്കാതെ ഒരു പെണ്ണിനെ അവന് കിട്ടും. അതാണ് പ്രേമത്തിൻ്റെ വിവാഹത്തിൻ്റെ സൗകര്യം. ആണിനൊരു പ്രശ്നമല്ല. ഇനി ഇത് കഴിഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ഒരു കുട്ടിയായി, രണ്ട് കുട്ടിയായി, മുന്നോട്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചുള്ളൂ, അവനൊന്നൊരു പ്രശ്നം വരൂല. അവളെന്തിനാ, എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ കഴിയില്ലാറിന് അവൾ കുട്ടികളെടുത്ത് പോകും. അവൾ കുട്ടികളെ തന്നു പോവില്ല. അവൾ ഉമ്മയല്ലേ, അവൾക്ക് കുട്ടികളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റൂല. ഇവൻ ഒരു പ്രശ്നമല്ലാതെ ഇറങ്ങിപ്പോരും. അതുകൊണ്ടാണ് 1, 2, 3, 4 പ്രേമൊക്കെ ഒരു പ്രശ്നമില്ലാതെ ആണുങ്ങൾ കൊണ്ടെടുക്കണത്. നാം ആലോചിക്കണം. നേരത്തെ താജുദ്ദീൻ സലാഹി പറഞ്ഞല്ലോ, നമ്മുടെ പെൺകുട്ടിക്ക് ഇത് മനസ്സിലാവില്ല. ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കാണുമ്പോഴേക്കും അതൊരു പെണ്ണാണെന്ന തോന്നലും അനുഭവവും ആരംഭിക്കും. പെൺകുട്ടികൾക്ക് തോന്നൂല. പെൺകുട്ടികൾക്ക് വളരെ മോശമായ രൂപത്തിലുള്ള വല്ല പിടുത്തമോ തൊടലോ സ്പർശനമോ വാക്കുകളോ അശ്ലീലങ്ങളോ ഒക്കെ കാണുമ്പോഴുള്ളൂ ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ട് എന്ന് മനസ്സിലാകുക. അപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാന ഘട്ടത്തിൽ എല്ലാം കുടുങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കും അവൾക്ക് തിരിച്ചറിവുണ്ടാവുന്നിരിക്കാം. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് സമയോചിതമായി അറിയേണ്ട കാര്യങ്ങൾ അറിയണം. ഒരു വിവാഹം മാത്രമാണ് നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷ. ഒരു വിവാഹത്തിന് എല്ലാ അർത്ഥത്തിലും മാനസികമായി സന്നദ്ധമായി അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാൻ അവൾ നമ്മളോടൊപ്പം നിന്നില്ലെങ്കിൽ ഒരു സുരക്ഷിതമായ കൈകളിൽ നമ്മുടെ പെൺമക്കളെ ഏൽപ്പിച്ചുകൊണ്ട് കണ്ണടക്കാൻ നമുക്ക് പറ്റാതെ വരും രക്ഷിതാക്കളെ. അതുകൊണ്ട് അവർക്ക് ആ ബോധം സമയത്ത് നൽകാൻ നമ്മൾ പരിശ്രമിക്കണം.